വിമുലയെ സൃഷ്ടിക്കാനുള്ള നടപടികളോ കേരള സർവകലാശാല VC നടത്തുന്നത് അപ്പാറാവു മോഡൽ കേരളത്തിൽ നടക്കുമോ? തീർച്ചയായും ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. എന്താണ് സംഭവം എന്നല്ലേ വാർത്ത കാണാം. കേരള സർവകലാശാലയിൽ ഹൈദരാബാദ് മോഡലിൽ VCയുടെ പ്രതികാര നടപടി. സമരം ചെയ്ത ഗവേഷക വിദ്യാർത്ഥികളെ VC സസ്പെൻഡ് ചെയ്തു. 5 ദളിത് വിദ്യാർത്ഥികളാണ് VCയുടെ ഊരുവിലക്കപ്പെട്ടവരിൽ ഉള്ളത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ, ഭക്ഷണം, ലൈബ്രറി സൗകര്യങ്ങൾ വിലക്കുകയും ക്യാമ്പസിനുള്ളിൽ കയറരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. വാർത്ത കാണാം ആദ്യം. 90കളുടെ തുടക്കത്തിൽ JB വിളനിലമെന്ന VCക്കെതിരെ വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രതിഷേധത്തിന് ശേഷം നീണ്ട വർഷങ്ങൾക്കപ്പുറത്ത് സർവകലാശാല പരിസരം ഒരിക്കൽ കൂടി സമരമുഖരിതമാകുകയാണ്. കഴിഞ്ഞ 11 ദിവസമായി കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാര്യവട്ടം ക്യാമ്പസിൽ ഗവേഷക വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ദളിതരായ 4 വിദ്യാർത്ഥികളടക്കം 6 ഗവേഷക വിദ്യാർത്ഥികളെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിട്ട് മാസം 2 തികയുന്നു. പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും ഹോസ്റ്റൽ സൗകര്യവും സർവകലാശാല നിഷേധിച്ചിരിക്കുകയാണ്. ലൈബ്രറിയിൽ പേപ്പർ വായിക്കാൻ പോലും ഇവരെ കയറ്റരുതെന്നാണ് വൈസ് ചാൻസലറുടെ തിട്ടൂരം. VC ഊരുവിലക്കിയ ഇവർ ഇപ്പോൾ സമരപ്പന്തലിലാണ് കിടപ്പ്. VCക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിനാണ് ഒരു വിദ്യാർത്ഥിയെ പുറത്താക്കിയത്. ഒട്ടിച്ച പോസ്റ്റർ കീറിക്കളഞ്ഞില്ല എന്ന പേരിൽ സെക്യൂരിറ്റിക്കും കിട്ടി വൈസ് ചാൻസലറുടെ വക മെമ്മോ. അന്യായമായ ഫീസ് വർധനവടക്കം ഗവേഷക മേഖലയിലെ പ്രശ്നങ്ങൾ സംസാരിക്കാനെത്തിയ തങ്ങളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച ശേഷം VC സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്ന് ഗവേഷക വിദ്യാർത്ഥിയും സെനറ്റ് അംഗവുമായ മനേഷ് പറഞ്ഞു. ഞങ്ങൾ ഗവേഷക രംഗത്തെ വിഷയം സർവകലാശാല വൈസ് ചാൻസലർ പറയുമ്പോൾ അദ്ദേഹം ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ ഇതുവരെ തയ്യാറാവുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ്. രാത്രിയിലും പകലുമായി ഞങ്ങളിവിടെ കിടക്കുകയാണ്. പക്ഷേ ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിനോട് പോലും അദ്ദേഹം മുഖം തിരിച്ച് നിൽക്കുന്ന നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങളോട് ഒരു ചർച്ചയ്ക്ക് പോലും വൈസ് ചാൻസലർ ഇത്രയും ദിവസമായിട്ടും തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും അതിശക്തം നമുക്ക് തോന്നുന്നത്. സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്കെതിരെ ബ്ലാക്ക് സ്പ്രിംഗ് എന്ന പേരിൽ SFI കഴിഞ്ഞ 11 ദിവസമായി രാപ്പകൽ സമരത്തിലാണ്. രോഹിത് വെമുലമാർ സൃഷ്ടിക്കപ്പെടുന്നത് ഏകാധിപതികളായ സർവകലാശാല അധികാരികളുടെ ധാർഷ്ട്യത്തിൽ നിന്നാണ്. കറുത്ത വസന്തമെന്ന് പേരിട്ടിരിക്കുന്ന ഈ സമരം 11 ദിവസം പിന്നിട്ടിട്ടും ഇവരുമായി ചർച്ച നടത്താൻ പോലും തയ്യാറാവാത്ത VCയുടെ നിലപാട് ഏകാധിപത്യപരമാണ് എന്ന് പറയാതെ വയ്യ. വിദ്യാർത്ഥികളുടെ സമരകേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ അഖിലേഷിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഷിജു ഖാൻ, പ്രൊഫസർ P. ഗോപിനാഥൻ പിള്ളൈ, ഒപ്പം ഫക്രുദ്ദീൻ, ഒപ്പം AG ഒലീന, AKPCTA പ്രതിനിധി കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. സമരമുഖത്ത് നിന്ന് മനേഷും നമ്മോടൊപ്പം ചേരും. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. തീർച്ചയായും ചർച്ച ചെയ്യുകയാണ്. ആദ്യം സമരമുഖത്ത് നിന്ന് മനേഷ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മനേഷ്, താങ്കൾക്ക് കേൾക്കാമല്ലോ? അതെ അതെ. അതായത് വലിയ ഗൗരവമുള്ള ഒരു സമരം. ഒരുപക്ഷെ ഊരുവിലക്കപ്പെട്ടു വിദ്യാർത്ഥികൾ. VCയുടെ അമിതാധികാര പ്രവണത കൊണ്ടെത്തിച്ചത് ഇത്തരത്തിലുള്ള സമീപനങ്ങളിലാണെങ്കിൽ ഇത് കേരളത്തിന് വെച്ച് പൊറുപ്പിക്കാനാകുമോ എന്ന പൊതു പ്രശ്നം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. റിസർച്ച് വിദ്യാർത്ഥികൾ ആ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി എങ്ങനെയായിരുന്നു VC നിങ്ങളോട് സമീപിച്ചത്? നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ എന്തൊക്കെ? മനേഷ്. കേരള സർവകലാശാലയിലെ ഗവേഷണ രംഗത്ത് നിരവധിയാർന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് സർവകലാശാല വൈസ് ചാൻസലറെ കാണാൻ സർവകലാശാലയുടെ റിസർച്ച് എന്നുള്ള സെനറ്റ് മെമ്പർ, റിസർച്ച് യൂണിയൻ്റെ ചെയർമാൻ, ജനറൽ സെക്രട്ടറി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ അടക്കമുള്ള SFI യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള 6 ആളുകൾ സർവകലാശാല വൈസ് ചാൻസലറെ കാണാൻ ചെല്ലുന്നത്. പക്ഷേ ഞങ്ങളുമായി കാണാനോ ചർച്ച ചെയ്യാനോ വൈസ് ചാൻസലർ തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇറക്കിയിരിക്കുന്ന ഓരോ സർക്കുലറും വിദ്യാർത്ഥി വിരുദ്ധ തീരുമാനങ്ങളാണ്. അതുമായി മുന്നോട്ട് പോകുമെന്നാണ് വൈസ് ചാൻസലർ പറയുന്നത്. ഈ വിഷയങ്ങൾ നിരന്തരമായി ഞങ്ങൾ സർവകലാശാലയുടെ സെനറ്റിലും മറ്റ് സമിതികളിലും ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അനുകൂല തീരുമാനം എടുക്കാമെന്ന് പറയുന്ന വൈസ് ചാൻസലർ അതിൽ അനുകൂല തീരുമാനം എടുക്കുന്നില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 18-ാം തീയതി സർവകലാശാല വൈസ് ചാൻസലറെ കാണുവായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ PS-ൻ്റെ അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ സർവകലാശാല വൈസ് ചാൻസലറെ കാണുവാനായിട്ട് കടന്നു ചെല്ലുന്നത്. ഞങ്ങൾ വൈസ് ചാൻസലറെ കാണാൻ ചെന്നപ്പോൾ ഞങ്ങളോട് വളരെ മോശമായ രീതിയിലാണ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പെരുമാറിയത്. കേരളത്തിൽ ഒരു വൈസ് ചാൻസലറും ആ രീതിയിൽ ഗവേഷക വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് പെരുമാറിയിട്ടില്ല. അദ്ദേഹത്തിന് കാണാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് തൊട്ടടുത്ത റൂം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് പുറകിലുള്ള ബാത്റൂമിനകത്ത് കയറിയിരുന്ന് കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ വിളിച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റണമെന്നാണ് സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ
ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഞങ്ങൾ 6 ഗവേഷക വിദ്യാർത്ഥി പ്രതിനിധികളെ സർവകലാശാല വൈസ് ചാൻസലർ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ നിരന്തരം വിഷയങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഞങ്ങൾ വൈസ് ചാൻസലർ ഇറക്കുന്ന ഓർഡറുകൾക്കെതിരെ പ്രതികരിക്കുകയാണ്. ഞങ്ങളാണ് ഈ സർവകലാശാലയുടെ അക്കാദമിക് തീരുമാനങ്ങൾക്കെതിരെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് വൈസ് ചാൻസലർ ഞങ്ങൾക്കെതിരെ ഷോക്കോസ് നോട്ടീസ് തരുന്നു. ആ നോട്ടീസിന് ഞങ്ങൾ മറുപടി കൊടുക്കുന്നു. ആ മറുപടി കൊടുത്തത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ഞാനടക്കമുള്ള 6 SFIയുടെ റിസർച്ച് യൂണിയൻ്റെ പ്രതിനിധികളെ സസ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങളെ കഴിഞ്ഞ 6-ാം തീയതി സസ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റൽ റൂമുകളിൽ നിന്നും ഞങ്ങളെ ഒഴിപ്പിച്ചു വിട്ടു. ഞങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുവാനോ ഞങ്ങളുടെ ബുക്കുകൾ എടുക്കുവാനോ ഞങ്ങളുടെ മറ്റ് റിസർച്ച് വർക്കുകൾ ഞങ്ങളുടെ പേപ്പറുകൾ ചെയ്തുകൊണ്ടിരുന്നു അതെടുക്കുവാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ ഞങ്ങളെ അനുവദിച്ചില്ല. തികച്ചും ഏകാധിപതിയെപ്പോലെ കഴിഞ്ഞ മാസം 6-ാം തീയതി ഞങ്ങളുടെ ഹോസ്റ്റലിനകത്ത് ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്ന് ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ റൂമുകൾ പൂട്ടി ലോക്ക് ചെയ്ത് സാഹചര്യമുണ്ടായി. അതിനുശേഷം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം തന്നെ കത്ത് കൊടുത്തു. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ കയറാൻ പാടില്ല. സർവകലാശാലയുടെ പാളയം ലൈബ്രറിയിലും കാര്യവട്ടം ക്യാമ്പസിൻ്റെ ലൈബ്രറിയിലും ഞങ്ങൾ പോകാൻ പാടില്ല. ഞങ്ങളുടെ റിസർച്ച് ലാബുകളിൽ പോകാൻ പാടില്ല. ഞങ്ങൾ സർവകലാശാല ക്യാമ്പസിനകത്ത് കാലുകുത്തുവാൻ പോലും പാടില്ല എന്ന കരിനിയമമാണ് സർവകലാശാല വൈസ് ചാൻസലർ ഇറക്കിയിരിക്കുന്നത്. അതായത് മിസ്റ്റർ മനേഷ്, അതായത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സമീപനം, അതായത് നിങ്ങൾ VC-യുടെ മുമ്പിലേക്ക് എത്തുന്നു, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയോ VC-യെ തടഞ്ഞു വെക്കുകയോ ചെയ്തിരുന്നോ? ഏത് സാഹചര്യത്തിലാണ് പോലീസിനെ വിളിച്ചത്? പോലീസ് അവിടെ എത്തി എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ആ സാഹചര്യം ഒരിക്കൽ കൂടി വിശദീകരിക്കൂ മനേഷ്. കഴിഞ്ഞ മാസം 18-ാം തീയതി സർവകലാശാല റിസർച്ച് യൂണിയൻ്റെ ലെറ്റർ പാഡിൽ ഞങ്ങൾ ഗവേഷക രംഗത്തെ വിഷയങ്ങൾ എഴുതിക്കൊണ്ട് വൈസ് ചാൻസലറെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കയറി ചെല്ലുവാൻ നേരത്ത് 3 ലോക്കുകളാണുള്ളത്, 3 ഗ്രില്ലുകളുണ്ട്. ആ 3 ഗ്രില്ലിലും വലിയ പൂട്ടിട്ട് സെക്യൂരിറ്റി ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ സർവകലാശാല വൈസ് ചാൻസലറെ കാണാൻ വന്നതാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ വൈസ് ചാൻസലർ PS ഞങ്ങളെ കയറ്റിവിടാൻ പറയുന്നു. അങ്ങനെ സർവകലാശാലയുടെ 3 ഗേറ്റുകളും സർവകലാശാലയുടെ സെക്യൂരിറ്റി തുറന്നു തരുന്നു. ഞങ്ങൾ അങ്ങനെ സർവകലാശാല സെക്യൂരിറ്റി തുറന്നു തന്ന വാതിലിനകത്തൂടെ കടന്ന് സർവകലാശാല വൈസ് ചാൻസലർ PS-ൻ്റെ ഓഫീസിലിരിക്കുന്നു. വൈസ് ചാൻസലർ അപ്പോൾ ഒരു അധ്യാപികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അധ്യാപിക ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് കയറി സംസാരിക്കാമെന്നാണ് PS പറഞ്ഞത്. അങ്ങനെ ആ അധ്യാപിക ഇറങ്ങിയതിന് ശേഷം സർവകലാശാലയുടെ 16-17 അക്കാദമിക് വർഷത്തെ MPhil സീറ്റ് ഏകദേശം 250-300 സീറ്റ് നഷ്ടമാകും. ആ വിഷയം ചർച്ച ചെയ്യുവാൻ വേണ്ടി MPhil PG യൂണിയൻ്റെ ചെയർമാനായ സ്റ്റാലിൻ വൈസ് ചാൻസലറെ കയറി സംസാരിച്ചു. ആ വിഷയം സ്റ്റാലിൻ സംസാരിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോൾ PS-ൻ്റെ അനുമതിയോടുകൂടി റിസർച്ച് യൂണിയൻ്റെ സെനറ്റ് മെമ്പർ, ചെയർമാൻ, ജനറൽ സെക്രട്ടറി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള 6 ആളുകൾ വൈസ് ചാൻസലറെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി. ഞങ്ങൾ കയറി ചെല്ലുമ്പോഴേ വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. യാതൊരു പ്രകോപനം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ മുദ്രാവാക്യം വിളിക്കുകയോ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്ന സംഭവം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കടന്നു ചെന്നപ്പോഴേ റിസർച്ചിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്കൊരുത്തിനെയും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, എനിക്കൊരുത്തിനെയും കാണേണ്ട കാര്യമില്ല, ഇനി ആരൊക്കെ പറഞ്ഞാലും നിന്നെ ഒന്നും കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് തൊട്ട് പുറകിലുള്ള ഒരു റൂമിനകത്ത് പോയി ഒളിച്ചിരുന്നത്. അദ്ദേഹം ആ റൂമിനകത്ത് ഒളിച്ചു നിന്നിട്ട് സർവകലാശാല രജിസ്ട്രാറെ ഫോൺ വിളിച്ച് വരുത്തി കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും SIയെയും CAയെയും വിളിച്ചു വരുത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് പോലീസ് ഓഫീസർ വന്നു. SI വന്നിട്ട് SIയും സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു, സാർ ഇവർ മുദ്രാവാക്യം വിളിക്കുന്നില്ല, ഇവർ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നില്ല, ഇവർ അവിടെ നിന്ന് മറ്റ് വിഷയങ്ങളൊന്നും തന്നെ പോലീസ് വരെ പറയുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ. പക്ഷേ കൻ്റോൺമെന്റിലെ നിലവിലെ SI അതെ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത ഘട്ടം, അതായത് നിങ്ങൾ 6 വിദ്യാർത്ഥികളെയാണല്ലോ ഇത്തരത്തിൽ ഊരുവിലക്കിയത്. അങ്ങനെയാണെങ്കിൽ ആ ഊരുവിലക്ക് എന്ന പദം യോഗ്യമാകുന്നത് എന്തൊക്കെ ഘടകങ്ങളിലാണ്? നിങ്ങളോട് ചെയ്ത സമീപനം പിന്നെ എന്തൊക്കെ അക്കമിട്ട് നിരത്തു? ഞങ്ങൾ ഈ 6 ആളുകളെ സർവകലാശാലയുടെ എല്ലാ സംവിധാനത്തിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 6-ാം തീയതി, സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ഈ ഓർഡർ ഇറക്കിയത്. അതായത് 6-ാം തീയതി, സെപ്റ്റംബർ മാസം 6-ാം തീയതി മുതൽ ഞങ്ങൾക്ക് സർവകലാശാലയ്ക്കകത്ത് കടക്കുവാൻ പറ്റില്ല. സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഗേറ്റിനകത്ത് ഞങ്ങൾക്ക് കടക്കുവാൻ കഴിയില്ല. ഞങ്ങളുടെ ഹോസ്റ്റൽ റൂമിനകത്ത് ഞങ്ങൾക്ക് കടക്കുവാൻ കഴിയില്ല.
ഞങ്ങളുടെ മെസ്സിനകത്ത് പോയി ഭക്ഷണം കഴിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ലാബുകളിലും ലൈബ്രറികളിലും ഞങ്ങൾക്ക് കടക്കുവാൻ കഴിയില്ല. സർവകലാശാലയുടെ പാളയത്ത് ലൈബ്രറിയിൽ പോലും ഞങ്ങൾക്ക് കടന്ന് ചെല്ലുവാനായിട്ട് കഴിയില്ല. അങ്ങനെ ഞങ്ങളെ സർവകലാശാലയുടെ പൊതുവിടങ്ങളിൽ നിന്നും അക്കാഡമിക ഇടങ്ങളിൽ നിന്നും എല്ലാം തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് സർവകലാശാല. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമാണ്, മനുഷ്യാവകാശ വിരുദ്ധമാണ്. അങ്ങനെ ഒരു VC-ക്ക് പെരുമാറാനാകുമോ എന്ന പൊതുപ്രശ്നം എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നവർ ചർച്ച ചെയ്യുന്നതെന്ന് നോക്കാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വളരെ ഗൗരവമായ ഒരു സാഹചര്യം. ഒരു VC, ഒരു വൈസ് ചാൻസലർ ഇത്തരത്തിൽ പൊതുപ്രശ്നങ്ങൾ ഉന്നയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ അടച്ചാക്ഷേപത്തിൻ്റെ മുഖമുള്ള ശബ്ദവുമായി നിൽക്കുന്നു. പിന്നീട് അവരെ ഊരുവിലക്കുന്നു. അവർക്ക് ലൈബ്രറിയിൽ കയറാനാകുന്നില്ല. അവർ തെരുവോരങ്ങളിലാണ് ഇന്ന് ജീവിക്കുന്നത്. അത്തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. എങ്ങനെ ഒരു പരിഷ്കൃത കേരളത്തിൽ ഇത്തരം സമീപനങ്ങളുമായി മുമ്പോട്ട് പോകാനാകും? ഇതിൻ്റെ ഗൗരവം എത്ര? ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലോ ഇന്നോ ഇന്നലെ ഉണ്ടായ വിഷയമല്ല ഇത്. അദ്ദേഹം 2014 ഫെബ്രുവരി മാസം 23 ചാർജ് എടുത്തതാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ട്. അദ്ദേഹത്തിൻ്റെ നിയമനത്തിനെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ ഇവിടെ വൈസ് ചാൻസലറാക്കരുത് എന്ന് നിയമാനുസൃതം പറയേണ്ട ഫോറത്തിലെല്ലാം പറഞ്ഞ ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായി പറയുന്നത്. അദ്ദേഹം ഈ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിനുശേഷം നാളിതുവരെയുള്ള നിലപാടുകൾ ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ കഴിഞ്ഞ മാസം 6-ാം തീയതി പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമരം വന്നിരിക്കുന്നത്. ഇതിന് മുൻപ് ഈ സർവകലാശാലയിൽ അദ്ദേഹം വന്നത് മുതൽ നാളിതുവരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അക്കാദമിക രംഗത്തോ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തോ പോസിറ്റീവായ ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല മുഴുവൻ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആയിരുന്നു. അദ്ദേഹം വന്നിട്ട് ആദ്യം ചെയ്തത് കേരള സർവകലാശാലയുടെ ഗേറ്റുകളെല്ലാം പൂട്ടി എന്നുള്ളതാണ്. ഗേറ്റ് പൂട്ടിയിട്ട് അതിനകത്ത് വാഹനങ്ങളാരും കയറ്റാൻ പാടില്ല, അധ്യാപകർ കയറ്റാൻ പാടില്ല. അധ്യാപകർ ആൻസർ ഷീറ്റുമായി, ഒരു വാല്യൂ ചെയ്ത ആൻസർ ഷീറ്റുമായി വന്നാൽ പോലും അവരെ കയറ്റി വിടാതിരിക്കുക. തുടർന്ന് അദ്ദേഹത്തിൻ്റെ റൂം ബന്ദോബസ്താക്കി, മുഴുവൻ ഗ്രില്ലൊക്കെ ഇട്ട് അഡീഷണൽ സെക്യൂരിറ്റിമാരെയൊക്കെ നിയമിച്ച് മുഴുവൻ സെക്യൂരിറ്റിമാരുടെ കൺട്രോളിലാക്കി ഗ്രില്ലിട്ട് പൂട്ടി. ഒരു അധ്യാപകനോ ഒരു വിദ്യാർത്ഥിക്കോ ഒരു രക്ഷിതാവിനോ അദ്ദേഹത്തെ കാണാൻ സാധ്യമല്ല. അദ്ദേഹം വന്നാൽ ഉടനെ സെക്യൂരിറ്റിയുടെ പ്രൊട്ടക്ഷൻ ഓടി നേരെ റൂമിൽ കയറി കഥടയ്ക്കും. ഒരാളെ ഒരു പബ്ലിക്കിനെ കാണത്തില്ല, ആരുമായി ഇൻട്രാക്ഷൻ ഇല്ല. എന്തിന് ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരെ പോലും കാണാൻ അദ്ദേഹം തയ്യാറാകാറില്ല. അദ്ദേഹത്തിന് ആരെങ്കിലും എന്തെങ്കിലും പരാതിയുമായി ചെന്നാൽ എൻ്റെ BOയോട് പറഞ്ഞിട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നതിന് ശേഷം B.Ed സെൻറ്ററുകളെല്ലാം പൂട്ടി. പിന്നെ സിൻഡിക്കേറ്റ് ഇടപെട്ടാണ് തുറപ്പിച്ചത്. അതിനുശേഷം ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയാണ്. റിസർച്ച് രംഗത്തുണ്ടായ വിഷയം, റിസർച്ച് രംഗത്ത് UGC ഇടപെടുന്നത് ആദ്യമായിട്ടല്ല. 2009 റെഗുലേഷൻ വന്നിരിക്കുന്നു, 2016 റെഗുലേഷൻ വന്നിരിക്കുന്നു. കേരളത്തിൽ ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഉള്ളത്. ഇവിടെ റിസർച്ച് രംഗത്ത് ഈ കുട്ടികൾ പറയുന്ന ന്യായമായ ആവശ്യങ്ങളാണ്. റിസർച്ച് രംഗത്ത് 2009 റെഗുലേഷൻ വന്നപ്പോഴും 2016 റെഗുലേഷൻ വന്നപ്പോഴും ഫാക്കൽറ്റികളെ കിട്ടുന്നില്ല. ഇവിടെ റിസർച്ച് ചെയ്യാൻ കഴിയുന്നില്ല. MPhilന്റെ സീറ്റ് കുറയുന്നു, റിട്ടയർഡ് ഫാക്കൽറ്റീസിനെ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതിനകത്തൊക്കെ വേണ്ടുന്ന ചേഞ്ചസ് ഉണ്ടാക്കാൻ യൂണിവേഴ്സിറ്റിക്ക് അധികാരമുണ്ട് എന്നിരിക്കെ UGC ഇറക്കിയ റെഗുലേഷൻ അതുപോലെ ഇവിടെ ഇൻ ടോട്ടോ അക്സെപ്റ്റ് ചെയ്താണ് ഇവിടെ ബാലിശമായ ഒരു പ്രശ്നം. അവിടെ അതിന് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ അധ്യാപക സമൂഹമായും വിദ്യാർത്ഥി സമൂഹമായും മറ്റ് പൊതുസമൂഹവുമായി ഈ വിഷയത്തിലൊരു ചർച്ച നടത്തി, വേണ്ട രീതിയിലൊരു ചർച്ച നടത്തി, ഇത് ആ റെഗുലേഷനകത്ത് കാതലായ മാറ്റങ്ങൾ, വേണ്ട മാറ്റങ്ങൾ, മിനിമം സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറഞ്ഞത്, ആ സ്റ്റാൻഡേർഡ്സിൽ നിലനിർത്തിക്കൊണ്ട് കാതലായ മാറ്റങ്ങൾ വരുത്തി ഈ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി ഇതൊരു കാര്യം നടത്താൻ പറ്റുമെങ്കിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ കണ്ട വിഷയം ഈ കുട്ടികൾ പറയുന്നതിനപ്പുറം കുറേ വിഷയങ്ങളുണ്ട്. ഇവിടെ JRF കിട്ടി വരുന്ന കുട്ടികളുണ്ട്, മറ്റ് സ്കോളർഷിപ്പുകൾ കിട്ടി വരുന്ന കുട്ടികളുണ്ട്, MPhil കിട്ടി വരുന്ന കുട്ടികളുണ്ട്, എൻട്രൻസ് പാസ്സാവുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് ആർക്കും ഇപ്പോൾ റിസർച്ച് ചെയ്യാൻ കഴിയില്ല. 2009 റെഗുലേഷന് ശേഷം 2016 റെഗുലേഷനോട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗൈഡുമാരെ കിട്ടാതായി. കാരണം റിട്ടയർഡ് ഹാൻഡ്സിന് റെഗുലർ ഫാക്കൽറ്റിക്ക് മാത്രമേ ഗൈഡ് ചെയ്യാൻ കഴിയൂ. അസിസ്റ്റൻറ്റ് പ്രൊഫസർക്ക് ഇതിന് മുമ്പ് 2009 മുമ്പ് ഒരു ഗൈഡിന് 10 പേരെ ഗൈഡ്ഷിപ്പ് കൊടുക്കാമായിരുന്നെങ്കിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ 10 പേർക്ക് റിസർച്ച് നടത്താമായിരുന്നെങ്കിൽ 2009 റെഗുലേഷൻ വന്നതിന് ശേഷം അത് 8 ഫിക്സ് ചെയ്തു. ശരി, 2016 റെഗുലേഷൻ വന്നപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർക്ക് 4 പേരെയും അസോസിയേറ്റ് പ്രൊഫസർമാർക്ക് 6 പേരെയും പ്രൊഫസർമാർക്ക് 8 പേരെയും ഇപ്പോൾ റിസർച്ച് ചെയ്യാൻ കഴിയൂ. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ പാസ്സായി ഒരു കുട്ടിക്ക് പോലും അടുത്ത 10-15 വർഷത്തേക്ക് ഇവിടെ റിസർച്ച് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. ഉദാഹരണമായി മലയാളത്തിൽ ഒരു കുട്ടിക്ക് നാളെ റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത 5-10 വർഷത്തേക്ക് റിസർച്ച് ചെയ്യാൻ സാധ്യത. തീർച്ചയായും ഷിജു ഖാൻ, അതായത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ സംഭവ വികാസങ്ങളെ വലിയ കോലാഹലങ്ങളോടെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ അത് ക്യാമ്പസിനുള്ളിലായിരുന്നു സമരം. ക്യാമ്പസിനുള്ളിൽ പോലും സമരം നടത്താൻ ഇവർക്കാകുന്നില്ല. ക്യാമ്പസിന് പുറത്താണ് ഇവർക്ക് സമരം ചെയ്യേണ്ടി വരുന്നത്. ഇവർക്ക് ഹോസ്റ്റലിൽ കയറാനാകുന്നില്ല. നോക്കൂ ഷിജു ഖാൻ, ഈ 6 പേരിൽ 3 പേർ പട്ടികജാതി വിഭാഗത്തിലും ഒരാൾ ആദിവാസി വിഭാഗത്തിലും പെടുന്നതാണ്, പട്ടികവർഗ വിഭാഗത്തിലും പെടുന്നതാണ്. അത്തരത്തിലുള്ള കുട്ടികളെയാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട
സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം കുട്ടികളോട് അടക്കമാണ് ഈ അനീതി, ഈ വർണ്ണവെറി വൈസ് ചാൻസലർ നടത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ വിദ്യാർത്ഥി ദ്രോഹപരമായ നിലപാടുകൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരം നടത്തി ഇന്ന് 11ാമത്തെ ദിവസം എത്തി നിൽക്കുന്നത്. സർവകലാശാല എന്ന് പറഞ്ഞാൽ സങ്കുചിത ആശയങ്ങളുടെ വാസസ്ഥലമാകരുത് എന്ന് ഇന്ത്യക്കാരോട്, ലോകത്തോട് പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. എന്നാൽ ഇന്ന് കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ ഈ സമീപനങ്ങൾ കൊണ്ട് സർവകലാശാല സങ്കുചിത ആശയങ്ങളുടെ വാസസ്ഥലമായി അക്ഷരാർത്ഥത്തിൽ മാറിയിരിക്കുന്നു. എന്താണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ? ഈ മുദ്രാവാക്യങ്ങൾ ആത്യന്തികമായി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയെ സംരക്ഷിക്കാൻ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പൂർണ്ണമായും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചത്. 2009 റെഗുലേഷൻ 2016 നടപ്പിലാക്കാൻ സർവകലാശാല തീരുമാനിക്കുമ്പോൾ 2009 മുതൽ 2016 വരെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ആ തീസിസ് സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന നിലപാടാണ് സർവകലാശാല തുടരുന്നത്. അത് തിരുത്തണം എന്നാണ് വിദ്യാർത്ഥികൾ ആദ്യമായി ആവശ്യപ്പെട്ടത്. മറ്റൊന്ന്, ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം സർവകലാശാല ഗവേഷണത്തിൻ്റെ എക്സ്റ്റൻഷൻ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടാണ്. ഇത് മുകളിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല. സർവകലാശാല വൈസ് ചാൻസലർ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. എക്സ്റ്റൻഷൻ നേരത്തെ 600 രൂപയായിരുന്ന ഫീസ് ഒറ്റയടിക്ക് 1,70,70,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഈ വിഷയവും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. മറ്റൊന്ന്, 2009 റെഗുലേഷൻ്റെ ഭാഗമായി MPhil സീറ്റുകൾ വെട്ടിക്കുറയ്ക്കപ്പെടുന്ന സ്ഥിതി നാം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ MPhil കോഴ്സിൻ്റെ കാര്യത്തിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു സർവകലാശാലയാണ് കേരള സർവകലാശാല. സയൻസ് വിഷയങ്ങളിൽ, മാനവിക വിഷയങ്ങളിൽ, ഭാഷാ വിഷയങ്ങളിൽ മികച്ച MPhil കോഴ്സുകളാണ് കേരള സർവകലാശാല നടക്കുന്നത്. എന്നാൽ നിലവിലുള്ള റെഗുലേഷൻ ഒരു വിധത്തിലുമുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലുമല്ല ഇവിടെ നടപ്പിലാക്കിയത്. അക്കാദമിക് കൗൺസിൽ തള്ളിയ റെഗുലേഷനാണ്. UGC വീണ്ടും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടാൻ നിർദ്ദേശിച്ച അക്കാദമിക് കൗൺസിലിൻ്റെ തീരുമാനമുണ്ട്. അതിനെ വയലേറ്റ് ചെയ്തു സർവകലാശാല വൈസ് ചാൻസലർ. അതിനുശേഷം സിൻഡിക്കേറ്റിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏകപക്ഷീയമായ തീരുമാനമാണ് അടിച്ചേൽപ്പിച്ചത്. ആ റെഗുലേഷൻ്റെ ഭാഗമായി 200-ലധികം വിദ്യാർത്ഥികളുടെ MPhil പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണ്. മറ്റൊന്ന്, മാനുഷിക വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എത്തിക്കൽ കമ്മിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നടപടി സർവകലാശാല സ്വീകരിക്കുന്നില്ല. 2 വർഷവും 2.5 വർഷവുമൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വിദ്യാർത്ഥികൾ അലഞ്ഞു തിരിയുന്ന സാഹചര്യം സർവകലാശാലയിലുണ്ട്. അതുകൊണ്ട് തന്നെ സർവകലാശാലയും വൈസ് ചാൻസലറും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അടിയന്തരമായി വിഷയങ്ങൾ ചർച്ച ചെയ്യണം. രണ്ടാമതാണ് മനുഷ്യാവകാശ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം. സർവകലാശാല എടുത്ത തീരുമാനം ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾക്ക്, സമരങ്ങൾക്ക്, മാർച്ചുകൾക്ക് വിലക്കേർപ്പെടുത്താൻ ആരാണ് അധികാരം കൊടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 നിരായുധരായി സംഘടിക്കാനുള്ള ആളുകളുടെ, പൗരന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു. ആ ഭരണഘടന ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നു. ആ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ആരാണ് ഇതുപോലെ ഒരു സർക്കുലർ ഇറക്കാൻ അനുമതി കൊടുത്തത്? മറ്റൊന്ന്, ഇപ്പോൾ പുറത്താക്കപ്പെട്ട 6 വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ പ്രവേശനം നേടണമെങ്കിൽ ഒന്നുകിൽ UGCയുടെ നെറ്റ്, അതല്ലെങ്കിൽ സർവകലാശാലയുടെ എൻട്രൻസ്, അതല്ലെങ്കിൽ MPhil കോഴ്സ്, ഇതൊക്കെ പാസ്സായവർക്ക് ഗവേഷണത്തിന് ചേരാൻ പറ്റൂ. അങ്ങനെ ഗവേഷകരായിരിക്കുന്ന 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ മാത്രമാണോ അത്? അവർക്ക് സാമൂഹികമായിട്ടുള്ള പിന്നെ അവരെ പുറത്താക്കൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പലയിടങ്ങളിൽ നടക്കുന്ന കാര്യം. കേരള സർവകലാശാലയിൽ നടക്കുന്നത് ദൗർഭാഗ്യകരമാണ്. തീർച്ചയായും അവരെ ഹോസ്റ്റലിൽ നിന്ന് ആട്ടിയിറക്കാൻ, അവരെ ക്ലാസ് മുറികളിൽ നിന്ന് ആട്ടിയിറക്കാൻ, ലബോറട്ടറികളിൽ നിന്ന് ആട്ടിയിറക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അടിയന്തരമായി ഇത് പരിഹരിക്കണം. തീർച്ചയായും ശ്രീ ഫക്രുദ്ദീൻ, അതായത് 2009 റെഗുലേഷൻ അനുസരിച്ച് നിയമപരമായ കാര്യങ്ങളാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന വാദമാണ് VCയെ പിന്തുണയ്ക്കുന്നവർ മുമ്പോട്ട് വെക്കുന്നത്. വൈസ് ചാൻസലറും VCയുമായി ബന്ധപ്പെട്ട ആരും നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറല്ല എന്നതുകൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു ഈ ഘട്ടത്തിൽ. എന്നിട്ടാണ് ശ്രീ ഫക്രുദ്ദീൻ താങ്കളോട് ചോദിക്കുന്നത്, ഇത്തരത്തിൽ റിട്ടയറായ അധ്യാപകർക്ക് ഗൈഡാകാനാകില്ല. ഒരു പക്ഷേ പകുതി വരെ ഗൈഡായി തുടർന്നിരുന്ന അധ്യാപകർ
താങ്കൾ ഒരു റിസർച്ച് വിദ്യാർത്ഥിയാണ്. ആ ഘട്ടത്തിൽ പകുതിയുള്ള അധ്യാപകൻ മാറിപ്പോകണം. ഇങ്ങനെ അപ്രായോഗികമായ നടപടി ഇന്ത്യ മുഴുവൻ റിസർച്ച് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്നു. അത് മാറണം. അത് ഇന്ത്യയുടെ മുഴുവൻ വിദ്യാഭ്യാസ സംസ്കാരവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന വലിയ ചർച്ചകൾ വരുന്ന ഘട്ടത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയെ പോലെ വളരെ യോഗ്യമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നിടത്തൊരു VC ഇങ്ങനെ ഇടപെടുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഫക്രുദ്ദീൻ? അല്ല, ഹൈദരാബാദ് തുടങ്ങി ഇപ്പം കേരള യൂണിവേഴ്സിറ്റി ഇപ്പം എൻ്റെ സുഹൃത്ത് ലെനിൻ അവിടെ സമരബന്ധം ഇരിക്കുന്നുണ്ട്. ലെനിനൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ട്രയലാണ്, സിനിമ വരാനായിരിക്കുന്നേ ഉള്ളൂ. പുതിയ UGCയുടെ മാനദണ്ഡങ്ങളും നിയോ ലിബറലിസത്തിനെ അടിസ്ഥാനപ്പെടുത്തി മുമ്പ് ഷിജിഖാനൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ ചിരിച്ചതാണ്. വന്ന പോളിസികളും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മൊത്തം കച്ചവടവൽക്കരിക്കുക. ഇവിടെ ഈ പറഞ്ഞ ടെക്നിക്കാലിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉദാഹരണം ഈ VC തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ VC ഞാനത് എനിക്ക് പേഴ്സണായിട്ട് ഒരു ഗ്രഡ്യൂല കണ്ടിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള VCമാരിൽ UGCയുടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് നിൽക്കാൻ പിന്നെ എന്താ പറയുക യോഗ്യതയുള്ള ഒരേ ഒരു VC ഇദ്ദേഹമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം ചൂണ്ടിക്കാണിയ വേറൊരു കാര്യം ഇത് പൂട്ടിപ്പോയതാണ്. ഇത് നമ്മുടെ വിദൂര വിദ്യാഭ്യാസം. ഞാൻ ഇത്ര ശക്തമായ നിലപാട് എടുത്തില്ലെങ്കിൽ ഈ വിദൂര വിദ്യാഭ്യാസം എന്ന പോലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെയും അക്രഡിറ്റേഷൻ നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹത്തിൻ്റെ വേറെ ആർഗ്യുമെൻറ്റ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മൾ ഏത് നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് അത് ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാവും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നടപ്പിലാക്കാതെ ഇരിക്കുകയും ചെയ്യുക. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സിൻ്റെ പിന്നെ ഗൈഡുമാരുടെ പ്രശ്നം, ഈ പ്രശ്നം ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ അറിയുന്നത്. ഇനി അങ്ങോട്ട് നമ്മുടെ ഗൈഡ് പിന്നെ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിൽക്കുകയാണ്, വലിയ പ്രൊജക്റ്റ് അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള പിന്നെ അത് ചെറുതായിട്ട് മാറ്റം വരുത്തി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് മുമ്പ് അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇനി അങ്ങോട്ട് പാടില്ല. കോടതിയുടെ നിർദ്ദേശം പിന്നെ ശക്തമായിട്ടുള്ള സെനറ്റൊക്കെ ഇടപെട്ടു. ഈ വേറൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കാതെ ഈ യൂണിവേഴ്സിറ്റി മാത്രമായിട്ട് ഒതുക്കി നിർത്താത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. UGCയുടെ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജസ്റ്റ് ടെക്നിക്കാലിറ്റീസ്, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ നമ്മൾ പോയി കഴിഞ്ഞാൽ സെമിനാറിന് മാർക്കുണ്ട്. ഒരു സെമിനാർ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണം ഈ ചർച്ചയിൽ പറയുന്ന കാര്യം പോലും ഇന്ന് കേരളത്തിന് നിലവിലുള്ള അവസ്ഥയിൽ എനിക്ക് സെമിനാർ ചെയ്യാം, ഒരു 1000 സെമിനാർ ചെയ്യാം. ഞാൻ 2 സെമിനാർ ചെയ്തിട്ടുള്ളൂ. 2 നന്നായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സെമിനാറുകളാണ്. പക്ഷേ ഓരോരുത്തരും ഒരു 10-15 സെമിനാറും പബ്ലിക്കേഷനും അവിടെ നിന്നൊക്കെ അടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇതാണ് കഴിവുള്ള ഒരുത്തം പോയി കഴിഞ്ഞാൽ അയാൾക്ക് 2 പബ്ലിക്കേഷൻ ഉണ്ടാകും, ബിക്കോസ് ഹീ ഈസ് സിൻസിയർ. മറ്റേ 10 പബ്ലിക്കേഷൻ വരും. ഈ ടെക്നിക്കാലിറ്റീസ് വെച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിന് കയറിപ്പോയി. ഇനി ഇൻ്റർവ്യൂവിന് നമ്മൾ മാർക്ക് ഇടേണ്ടത് എങ്ങനെ? ഇൻ്റർവ്യൂവിന് മാർക്ക് ഇടേണ്ട ഒരാളെ കഴിവ് നോക്കിയിട്ടാ, ഇതല്ല ചെയ്യുന്നത്. അവിടെയും ഈ നെപ്പോട്ടിസം, അതുപോലെ തന്നെ ജാതി ഇത്തരം ഘടകങ്ങൾ, ഇങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി കാണാം, അല്ലെങ്കിൽ ഇത് അവിടെ തന്നെ തീർച്ചയായും അത് തന്നെ കാണുന്നു. ശ്രീ P. ഗോപിനാഥൻ പിള്ളൈ, അതായത് ഒരു പക്ഷേ ഈ 6 വിദ്യാർത്ഥികളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സാമൂഹികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെ പടവെട്ടി എത്തിയ വിദ്യാർത്ഥികളോടാണ് ഇത്തരത്തിൽ സമീപനം കാണുന്നത്. അതിന് വർണ്ണവെറിയുടെ മാനമുണ്ട്. അത് ചർച്ച ചെയ്യാതെ മുമ്പോട്ട് പോകാനാകില്ല പരിഷ്കൃതമായൊരു ലോകത്തിന്. കാരണം അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നത് തീർച്ചയായും ചർച്ച ചെയ്യണം. പ്രഥമ ദൃഷ്ട്യാ ഒരു പക്ഷേ അതിനെ മറ്റൊരു രീതിയിലേക്കൊക്കെ കാണാം. പക്ഷേ അതല്ല, നമുക്ക് കാണാം. ഒരു ഉദാഹരണം ഞാൻ താങ്കളോട് സൂചിപ്പിക്കാം. ഇതിലെ ഒരു വിദ്യാർത്ഥി ആദിവാസി സമൂഹത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി ഗവേഷണം നടത്തുന്ന പയറിനെ കുറിച്ചാണ്. ആ പയർ നട്ടത് കരിഞ്ഞുപോയി, അവർ പുറത്ത് കിടക്കുകയാണ്, ഭക്ഷണം പോലും ഇല്ലാതെ. എന്താണിത് റിസർച്ചിനോട് ഈ കാണിക്കുന്ന സമീപനം? തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ആധുനിക ഭാരതത്തിൻ്റെ ശില്പിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, സർവകലാശാലകൾ മനുഷ്യത്വം, സഹിഷ്ണുത, പുരോഗതി, പുതിയ ആശയങ്ങളും സത്യവും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്നാണ്. സർവകലാശാലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ആധുനിക മനുഷ്യൻ നേരിടുന്ന സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ സർവകലാശാലകൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വി ഷുഡ് അച്ചീവ് എക്സലൻസ് ഇൻ ടീച്ചിങ്, റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ. ഇത് 3 സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഉദ്ദേശങ്ങൾ ആണ് ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് സർവകലാശാലകളിൽ ടീച്ചിങ്ങിനോ അല്ലെങ്കിൽ റിസർച്ചിനോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാമിനോ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി സർവകലാശാലകൾ ഇത്തരത്തിലുള്ള വളരെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം
കൊടുത്തു കാണും. അതെങ്ങനെ വന്നു? കേരള യൂണിവേഴ്സിറ്റിയെ പോലെ ഒരു യൂണിവേഴ്സിറ്റി, ഐൻസ്റ്റീനെ പോലും ഇവിടുത്തെ വൈസ് ചാൻസലർ അതെ, എന്ന് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രാമുഖ്യമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു VC-ക്ക് എങ്ങനെ പെരുമാറാനാകുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം അവസാനിക്കുന്നത് ഇന്ന് 6 വിദ്യാർത്ഥികൾ സമരപ്പന്തലിലാണ്. സ്വാഭാവികമാണ് സസ്പെൻഷൻ, പക്ഷേ ഇത്രയേറെ നീണ്ട സസ്പെൻഷൻ, ഇത്രയേറെ ദ്രോഹ നടപടികൾ, ഹോസ്റ്റലിൽ കയറാനാകാത്ത ഒരു സസ്പെൻഷൻ ഉണ്ടോ? അവരെവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം? അവർ തെരുവിലാണോ ഉറങ്ങേണ്ടത്? ശ്രീ ഗോപിനാഥൻ. അതെ, ആദ്യമായിട്ട് കേരള സർവകലാശാല നമ്മുടെ 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നപ്പോൾ അന്നത്തെ മഹാരാജാവ് ശ്രമിച്ചത് ഐസക് ന്യൂട്ടനെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കുക എന്നുള്ളത്. ഐൻസ്റ്റൈൻ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം വളരെ പ്രഗത്ഭരായിട്ടുള്ള ധാരാളം വ്യക്തികൾ സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരായിട്ടുണ്ട്. പക്ഷേ സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ ആകുമ്പോൾ അവർ നമ്മുടെ നോളജ് മേഖലയിൽ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരും ഈ രാഷ്ട്രീയമായിട്ടുള്ളതും മതപരമായിട്ടുള്ളതും ഒക്കെ ഉള്ള ആ നാരോ ഔട്ട്ലുക്കിനപ്പുറത്ത് ഒരു സർവകലാശാലയുടെ കോൺഷ്യൻസ്, അതായത് അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു വൈസ് ചാൻസലറാണ്. ആ വൈസ് ചാൻസലർ വേണം സർവകലാശാലയിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ എക്സലൻസിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു വൈസ് ചാൻസലർക്കാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതാണ് നമുക്ക് ഒലീന ടീച്ചർ, ശ്രീമതി AG ഒലീന, അതായത് ടീച്ചർ ലൈനിലുണ്ടല്ലോ, അതായത് ഒരു വൈസ് ചാൻസലർ എങ്ങനെയായിരിക്കണം? ഒരുപക്ഷെ ഇന്ത്യയിൽ മുഴുവൻ ഒരു യൂണിവേഴ്സിറ്റി മതി ഇത്തരത്തിലൊരു നിയമം നടപ്പാക്കാനാണെങ്കിൽ. ഓരോ പ്രദേശത്തിനും ഓരോ യൂണിവേഴ്സിറ്റി കൽപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വളരെ വലുതാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഒരു യൂണിവേഴ്സിറ്റിയുടെ ദൗത്യത്തിൻ്റെ 50% നൈതികമായി ഉൾക്കൊള്ളുന്നത് അതിൻ്റെ റിസർച്ച് മേഖലയിലാണ്. ആ വിദ്യാർത്ഥികളോടാണ് ഇത്തരത്തിൽ പൊതു സമീപനം ഉണ്ടാകുന്നത്. ആ പൊതുപ്രശ്നത്തെ ഉന്നയിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഒരു പരിഷ്കൃത കേരളത്തിൽ, നവോത്ഥാന കേരളത്തിൽ എടുക്കാൻ പാടുള്ളതാണോ VC-യുടെ നടപടികൾ? സസ്പെൻഷൻ സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് ഉള്ള നടപടിയെ എങ്ങനെ കാണണം? അതിൻ്റെ സോഷ്യോളജിക്കൽ വശങ്ങൾ എന്തൊക്കെ? തീർച്ചയായും ഒന്ന്, ഈ നെഹ്റുവിയൻ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഇന്ത്യയിൽ സർവകലാശാലകൾ രൂപപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾ രൂപപ്പെടുന്നത്. കോത്താരി കമ്മീഷന്റെ ഒക്കെ ചൂട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ മാതൃകാ സർവകലാശാലയാണ് കേരള സർവകലാശാല. വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരം നമ്മൾ കാണേണ്ടത് സർവകലാശാലകളുടെ പരമപ്രധാന ലക്ഷ്യമായ വിജ്ഞാനോൽപാദനം എന്ന, പുതിയ വിജ്ഞാനത്തിന്റെ കണ്ടെത്തലുകൾ എന്ന, അവിടേക്ക് വിദ്യാർത്ഥികൾക്ക് തുറന്ന പ്രവേശനം എന്നുള്ള വലിയ ആശയത്തെയാണ് സർവകലാശാലകൾ എല്ലാ കാലവും പിൻപറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവിധ സർവകലാശാലകൾ അതത് പ്രദേശത്തിന്റെ സാമൂഹ്യ ആവശ്യങ്ങളെ, സാംസ്കാരിക ആവശ്യങ്ങളെ പൂർത്തീകരിക്കുക എന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യവും അത്തരത്തിൽ പുതിയ ജ്ഞാനമാതൃകകളെ, വിജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനാണ് പ്രധാനമായും ഗവേഷണം എന്ന പ്രക്രിയ. വളരെ വിശാലമായ താല്പര്യത്തോടുകൂടി പൂർത്തിയാക്കേണ്ടുന്ന ഒന്നാണ് ഗവേഷണം എന്നുള്ളത്. അത് കേവലം ബിരുദത്തിനപ്പുറം നിരന്തരമായി നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി രൂപപ്പെടേണ്ടതും അതിന്റെ പരിസമാപ്തിയിൽ എത്തിച്ചേരേണ്ടതുമാണ് ഗവേഷണം എന്നുള്ളത്. അതിനെ വിശാല അർത്ഥത്തിൽ കാണുന്നതിന് പകരം വാസ്തവത്തിൽ 2016 റെഗുലേഷൻ തന്നെ കാര്യമായി പഠിക്കുന്ന ഒരാൾ കാണുന്നത് ഇന്ത്യ ഒട്ടുക്ക് ഒരേപോലെ എല്ലാ സർവകലാശാലകളിലും ഈ രീതിയിൽ ഒരേ നിയമം നടപ്പിലാക്കിക്കൊണ്ട് ഗവേഷണം എന്ന വലിയ വിജ്ഞാനോൽപാദന പ്രക്രിയയിലേക്ക് ജനാധിപത്യപരമായി നടക്കേണ്ട പ്രക്രിയയുടെ ചിറകരിയുക എന്നുള്ളത് ഇന്ത്യ എമ്പാടും നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു ഭാഗത്ത് കാണേണ്ടതുണ്ട്. ആ രീതിയിൽ കാണേണ്ടുന്ന ഗവേഷണത്തെ ഇപ്പൊ നമ്മൾ കാണുന്നത് കേരള സർവകലാശാലയിൽ തീർച്ചയായും റെഗുലേഷൻ നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. ആ റെഗുലേഷൻ നടപ്പിലാക്കുമ്പോൾ ഒരു ധൃതി പിടിച്ചുള്ള റെഗുലേഷൻ നടപ്പിലാക്കലിനെ ഒരുപക്ഷെ ഈ കുട്ടികൾ ചോദ്യം ചെയ്യുമ്പോൾ ധൃതി പിടിച്ചുള്ള റെഗുലേഷൻ നടപ്പിലാക്കുന്നതിനെ ആണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രാദേശികമായ സാഹചര്യങ്ങളെ മുൻനിർത്തി, സ്റ്റേറ്റിന്റെ സൗകര്യങ്ങളെ മുൻനിർത്തി, ആ സ്റ്റേറ്റിന്റെ ആവശ്യങ്ങളെ മുൻനിർത്തി, ഒരു പ്രദേശത്തിന്റെ ആവശ്യങ്ങളെ മുൻനിർത്തി ഓരോ സർവകലാശാലകളും പ്രവർത്തിക്കണം എന്നുള്ള വിശാല താല്പര്യത്തെ മറികടന്നുകൊണ്ട്
ഈ രീതിയിൽ ചുരുങ്ങിപ്പോകുന്ന, സങ്കുചിതമായി പോകുന്ന നിലപാടുകൾ ഗവേഷണത്തെ ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല, ഗവേഷണ രംഗത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ഈ പറഞ്ഞ വിജ്ഞാന ഉൽപാദനത്തിൽ ഇടപെടാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നു എന്നതോടൊപ്പം വലിയ തോതിലുള്ള പൗരാവകാശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൂടി മാറിപ്പോവുകയാണ്. ആ രീതിയിൽ കാതലായ ഒരു പ്രശ്നം എന്ന നിലയിൽ വേണം വിജ്ഞാനോൽപാദന രംഗത്ത് നിന്ന് തന്നെ ഒരു തലമുറയെ ആട്ടി ഓടിക്കുന്ന തരത്തിലേക്ക് തീരുമാനം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ ധൃതി പിടിച്ച് നടപ്പിലാക്കിയ ഈ തീരുമാനം കൊണ്ട് നമ്മൾ കാണുന്നത്. ഒരു സ്റ്റേറ്റ് ഇൻകോർപ്പറേറ്റഡ് സർവകലാശാലയാണ്. അവിടെ സ്റ്റേറ്റ് ഒരുപക്ഷെ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തിന് മുമ്പ് സർവകലാശാലയ്ക്ക് ചില നിലപാടുകൾ എടുക്കാൻ കഴിയും. ആ രീതിയിൽ നാനാ രീതിയിൽ എത്തിച്ചേരുന്ന, നാനാ ഭാഗത്തു നിന്ന് സാമൂഹ്യ ശ്രേണിയുടെ നാനാ തരങ്ങളിൽ നിന്ന്, വ്യത്യസ്ത മേഖലകളിൽ നിന്ന് എത്തിച്ചേരുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വന്നെത്താനും ഗവേഷണം നടത്താനുമുള്ള സ്ഥലങ്ങളാണ് സർവകലാശാലകൾ. അവരെ അവിടേക്ക് എത്തിക്കുകയും അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ഇടപെടാനുള്ള അവരുടെ സാധ്യതയ്ക്ക് എല്ലാം ആക്കം കൂട്ടേണ്ടുന്ന സ്ഥലമാണ് സർവകലാശാല. മറിച്ച് അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിൽ അവരെ ആക്കി തീർക്കുക, അല്ലെങ്കിൽ അവരെ ഗവേഷണ രംഗത്ത് നാട്ടി ഓടിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നാളിതുവരെ നമ്മൾ നേടിയെടുത്ത സാമൂഹ്യ നീതിയെ അട്ടിമറിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ആ രീതിയിൽ ഗൗരവതരമായിട്ട് വേണം ഈ ഗവേഷണ രംഗത്ത് ഇപ്പൊ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കാണേണ്ടുന്നത്. അതിന് ഏത് രീതിയിലാണ് സർവകലാശാലയ്ക്ക് നിലവിലുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട്, നിലവിലുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? തീർച്ചയായും UGC റെഗുലേഷൻ നമ്മുടെ മുമ്പിൽ കടമ്പയായിട്ട് നിൽക്കുന്നു എന്നത് കാണാതല്ല പറയുന്നത്. മറിച്ച് അത് നടപ്പിലാക്കാൻ സാവകാശം എടുത്തുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ മുഴുവൻ അഭിപ്രായം തേടിക്കൊണ്ട് ഏത് രീതിയിലാണ് ഒരു പ്രദേശത്ത്, കേരളം പോലെ ഒരു പ്രദേശത്ത്, അവിടെ നമ്മൾ കാണേണ്ടതുണ്ട് റിട്ടയർമെന്റ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് നിയമനങ്ങൾ നടക്കാത്തതിന്റെ, അധ്യാപകരില്ലാത്തതിന്റെ സർവകലാശാല മേഖലയിലെ നമ്മളെ പ്രശ്നങ്ങൾ കാണണം. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ പുതിയ നിയമം വരുന്നതോടുകൂടി നമ്മൾ കാണുന്നത് ഗവേഷകർ തന്നെ ഇല്ലാതാകുന്ന, ഫിലോസഫി പോലെ വിഷയത്തിൽ ഗവേഷകർ പോലും ഇല്ലാതാകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹിക വ്യവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു VC എന്നത് മാത്രമല്ല, വെള്ളറി പിടിച്ച ചില തീരുമാനങ്ങൾ VC കൈക്കൊള്ളുന്നു എന്നത്. VC ഒരു കാര്യം മനസ്സിലാക്കണം, താങ്കൾ രൂപപ്പെട്ട അതേ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗം തന്നെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും അവർ നടത്തുന്ന സമരങ്ങളും എന്ന വലിയ മാനം കൂടി അതിലുണ്ട്. കടന്നു പോകാനാകില്ല. ഇങ്ങനെ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയുടെ രണ്ടാം ഘട്ടം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ മനേഷിലേക്ക് തന്നെ ഒരിക്കൽ കൂടി. മനേഷ്, അതായത് സാങ്കേതികമായ ചില സംശയങ്ങളുണ്ട്. ഒരു പക്ഷേ റെഗുലേഷൻ നടപ്പാക്കുന്ന, UGCയുടെ റെഗുലേഷൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമാവലിയുടെ വഴിയിലൂടെയാണ് VC നടന്നത്. അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളോട് ചെയ്ത പൗരാവകാശ വിരുദ്ധത വലിയ ഗൗരവം അറിയിക്കുന്നതാണ്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു കാര്യം, ചില സംശയങ്ങളുണ്ട്. VCയെ പ്രതിനിധീകരിക്കാൻ ആരുമില്ല, ആരും തയ്യാറായില്ല എന്ന ഘട്ടത്തിൽ കൂടിയാണ് ആ സംശയം ഞാൻ താങ്കളോട് ഉന്നയിക്കുന്നത്. റെഗുലേഷനുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെച്ച കാര്യങ്ങളുടെ നിയമാവലികളല്ലേ VC അനുഷ്ഠിച്ചത്? അതിലെവിടെയാണ് പിശക്? അതിലെന്താണ് പിശക്? അതിലെങ്ങനെയാണ് കേരള സർവകലാശാലയുടെയും കേരളത്തിൻ്റെയും സംസ്കാരത്തിനെതിരാകുന്നത്, വിദ്യാർത്ഥികൾക്ക് ദ്രോഹമാകുന്നത്? ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ മനേഷ്? ആ വിഷയത്തിലോട്ട് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ചർച്ച ചെയ്ത് എനിക്കിവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാനായിട്ടുണ്ട്. കാരണം നമ്മൾ ഹൈദരാബാദ് വിഷയവും JNU വിഷയവും എല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഞങ്ങൾ 6 ആളുകളെ സസ്പെൻഡ് ചെയ്തതിൽ ഒരാൾക്കെതിരെ സർവകലാശാല വൈസ് ചാൻസലർ പറയുന്നത് സർവകലാശാലയ്ക്കെതിരെ വൈസ് ചാൻസലറിനെതിരെ പോസ്റ്റ് ഒട്ടിച്ചു എന്നുള്ളൊരു കാരണമാണ്. അങ്ങനെ പോസ്റ്റ് ഒട്ടിച്ച ഒരാളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നവോത്ഥാന കേരളം ചർച്ച ചെയ്യേണ്ട കാര്യം, അതിൽ 3 വിദ്യാർത്ഥികൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഒരു വിദ്യാർത്ഥി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ കഴിഞ്ഞ 34 ദിവസമായി സർവകലാശാല ക്യാമ്പസിന് പുറത്താണ്. ഞങ്ങളുടെ ഫെലോഷിപ്പ്, സ്റ്റെക്ക് ഫെലോഷിപ്പും രാജീവ് ഗാന്ധി ഫെലോഷിപ്പും UGC ഫെലോഷിപ്പും വെൽഫെയർ ഫെലോഷിപ്പാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ ഒരു മാസത്തെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് 25,000 രൂപയാണ് ഫെലോഷിപ്പ്. ഞങ്ങളുടെ ഒരു മാസത്തെ ഫെലോഷിപ്പാണ് ഇതിലൂടെ നഷ്ടമായിരിക്കുന്നത്. ഞങ്ങളുടെ ഗവേഷണ പ്രവർത്തനത്തിന് ആവശ്യമായ 24,000 രൂപയാണ് ഞങ്ങളുടെ നഷ്ടമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വർക്കുകൾ ചെയ്യാൻ പറ്റത്തില്ല. മുമ്പേ അവിടെ സൂചിപ്പിച്ചു ഷാനു, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഷാനു, അയാളുടെ വർക്കുകൾ മൊത്തം കുളമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്ത വർക്കുകളെല്ലാം നഷ്ടമായിരിക്കുകയാണ്. അങ്ങനെ നവോത്ഥാന കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയമാണ് ഞങ്ങളുടെ വിഷയം തന്നെ. പിന്നീട് സർവകലാശാല റെഗുലേഷനുകൾ നടപ്പിലാക്കുന്നതിന് ഒരിക്കലും ഞങ്ങൾ എതിരല്ല. സർവകലാശാല റെഗുലേഷനുകൾ, UGC റെഗുലേഷനുകൾ സർവകലാശാല നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ആ റെഗുലേഷനുകൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിച്ചു കൊണ്ട് വേണം സർവകലാശാല നടപ്പിലാക്കേണ്ടത്.
2009 റെഗുലേഷൻ 2016 സർവകലാശാല നടപ്പിലാക്കിയത്. അപ്പോൾ ഈ 2009 ശേഷം 2015 വരെ PhD തീസിസ് സബ്മിറ്റ് ചെയ്ത് പോയ ആളുകളുണ്ട്, പലയിടത്തും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഈ വർക്കിൻ്റെ PhDയുടെ വർക്കിൻ്റെ അവസാന നിമിഷത്തിലെത്തി തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് കൂടി ചേരുകയാണ്. മിനിസ്റ്റർ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ വളരെ ഗൗരവമായ ഒരു പ്രശ്നം, ഹൈദരാബാദിൽ ബമുലയെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒരു VC നടപ്പാക്കുന്നു എന്ന ഗൗരവമായ സാഹചര്യം. 6 വിദ്യാർത്ഥികൾ തെരുവിലാണ് മിനിസ്റ്റർ. അതിൽ 4 പേരാകട്ടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രതിനിധികൾ കൂടിയാണ്. ഗൗരവമായ ചർച്ച. വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം സർക്കാർ എടുക്കും. ആ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്നും അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ആക്ഷൻ എടുക്കാനുള്ള കാരണമെന്നും വൈസ് ചാൻസലറോട് ചോദിച്ചിട്ട് ആവശ്യമായ നടപടിയെടുത്ത് ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതാണ് മിനിസ്റ്റർ. അതായത് 600 രൂപ എന്നുള്ളത് 1,70,000 രൂപയായി എക്സ്റ്റൻഷൻ ഫീസ് വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായും വിദ്യാർത്ഥികൾ സമരം ചെയ്യില്ലേ? അത് VC ഏകപക്ഷീയമായി നടപ്പാക്കുന്നു. വാഹനങ്ങൾ പോലും അകത്തു കയറ്റാത്ത വിധം അമിതാധികാര പ്രവണത എല്ലാ മേഖലകളിലും VC നടത്തുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും അത്തരത്തിൽ VCയിൽ എതിർപ്പുള്ള ആളാണ്. ഇങ്ങനെയുള്ള VCക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾ, സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ ഊരുവിലക്കിയിരിക്കുന്നത് മിനിസ്റ്റർ. അതായത് ഊരുവിലക്കെന്നാൽ അക്ഷരാർത്ഥത്തിൽ അതാണ്. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 6 വിദ്യാർത്ഥികൾ ചെയ്ത ക്രൈം പരാതി പറയാനായി സമരത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് VCക്ക് മുന്നിൽ ചെന്നു എന്നതാണ്. ആ ഘട്ടത്തിലാണ് VC ഇവരോട് സംസാരിക്കാൻ തയ്യാറല്ലാതെ അകത്ത മുറിയിൽ പോയി ഇരിക്കുകയും അതിനുശേഷം പോലീസിനെ വിളിക്കുകയും ചെയ്യുന്നത്. എത്തിയ പോലീസ് ആകട്ടെ പറയുന്നു വിദ്യാർത്ഥികൾ മുദ്രാവാക്യം പോലും വിളിക്കുന്നില്ല. സർക്കാർ അത് വളരെ ഗൗരവമായി തന്നെ കാണും. ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയെടുക്കും. ഒരു കാര്യം കൂടി, അതായത് ഇത്തരത്തിൽ ഊരുവിലക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവില്ല, അവർക്ക് ലൈബ്രറി ഉപയോഗിക്കാനാകില്ല, അവർ ഹോസ്റ്റലിൽ കയറരുത്. അവർക്ക് SFI കൊടുത്ത ആ സമരമുഖത്താണ് അവർ ഇപ്പോഴും കഴിയുന്നത്, 6 വിദ്യാർത്ഥികളും. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഒരിക്കലും കേരളത്തിൽ ഒരു സർവകലാശാലയിൽ സംഭവിക്കാൻ പാടില്ലാത്ത വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ വളരെ ഗൗരവമായി ആ വിഷയം പരിഹരിക്കാനുള്ള നടപടിയെടുക്കും. നിരവധി കോളേജുകളിൽ, ക്യാമ്പസുകളിലൊക്കെ മിനിസ്റ്റർ ഈ ചർച്ചയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞ് തീർച്ചയായും അവരൊക്കെ കാതോർത്തിരിക്കുകയാണ്. റിസർച്ച് വിദ്യാർത്ഥികളുടെ കുടുംബവും എന്ത് തരം നടപടികളാണ് പരിശോധിച്ചെടുക്കാൻ പോകുന്നതെന്നൊരു സൂചന ഈ ഘട്ടത്തിൽ മിനിസ്റ്റർക്ക് നൽകാനാകുമോ? ഈ പ്രശ്നം പരിഹരിക്കുക, അതുതന്നെ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം. പരിഹരിക്കുക, ഈ കുട്ടികൾ എന്താണ് ആവശ്യപ്പെട്ടത് ആ ആവശ്യം നേടിക്കൊടുക്കത്തക്ക രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതിന് സർക്കാർ അടിയന്തരമായി ഇടപെടുമോ? തീർച്ചയായും പരിഹരിക്കാൻ നടപടിയെടുക്കും എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അടിയന്തരമായി ഇടപെട്ട് അത് നടപടി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. VCയോട് വിശദീകരണം തേടുമോ? പ്രശ്നം എന്ത് എന്നറിയട്ടെ. ആ പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ച് ആരാണ് അതിന് ഉത്തരവാദി എന്നനുസരിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നതിനും തുടർ നടപടികൾ എടുക്കുന്നതിനും സർക്കാർ നടപടി സ്വീകരിക്കും. അല്ല, പ്രശ്നം ഓക്കെ, ആ പ്രശ്നത്തിന്റെ മെറിറ്റ് അന്വേഷിക്കാതെ സർക്കാരിന് നീങ്ങാനാകില്ല, അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അങ്ങനെ ആയാൽ പോലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് പെരുമാറുന്നതിലെ മനുഷ്യാവകാശ വിരുദ്ധതയുണ്ട്. അത് സർക്കാരേ ഉള്ളൂ അഡ്രസ് ചെയ്യാൻ ആത്യന്തികമായി. തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞത്. സർക്കാർ ശക്തമായിട്ട് ഇടപെടും. ആരാണ് അതിൽ തെറ്റുകാരെന്ന് വെച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഈ പ്രശ്നം പരിഹരിക്കാനും ശ്രമിക്കും. തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഈ തിരക്കുകളുടെ ഇടയിൽ താങ്കൾ ഈ വിഷയത്തോട് ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെ നന്ദി. വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുക്കും. അതിൻ്റെ കാരണക്കാർ ആരാണ് തെറ്റ് ചെയ്തതെന്ന് പരിശോധിച്ച് കൃത്യമായ നടപടി ഉടനടി കൈക്കൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും സർക്കാരിൻ്റെ നിലപാട് വന്നു, ശ്ലാഘനീയം തന്നെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, തീർച്ചയായും ഈ ചർച്ച അത്തരത്തിൽ പുരോഗമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കതിനകത്ത് പറയാനുള്ളത്, മനീഷിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. UGC റെഗുലേഷനെ സംബന്ധിച്ച് ഇത്തരത്തിൽ റെഗുലേഷൻ വന്നപ്പോൾ ആ റെഗുലേഷൻ്റെ ചുവട് പിടിച്ച് മിനിമം സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണോ അത് ചുവട് പിടിച്ച് മാത്രമാണ് വൈസ് ചാൻസലർ മുന്നോട്ട് പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ റെഗുലേഷനകത്ത് 1-2 വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ UGC റെഗുലേഷനെ സംബന്ധിച്ച് മിനിമം സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ഒരു കാരണവശാലും MPhil പാസ്സായവരെയോ നെറ്റ് കിട്ടിയവരെയോ എൻട്രൻസ് ഇല്ലാതെ PhDക്ക് രജിസ്റ്റർ ചെയ്യിക്കാൻ റെഗുലേഷനകത്ത് പ്രൊവിഷൻ ഇല്ല. വളരെ ക്ലിയറാണ്. അത് 2009 റെഗുലേഷനിലും 2016 റെഗുലേഷനിലും ഇപ്പോൾ നമ്മൾ കേരള സർവകലാശാല ചെയ്യുന്നത് MPhil പാസ്സായവരെ എൻട്രൻസിൽ നിന്ന് ഒഴിവാക്കും. നെറ്റ്, CSIR തുടങ്ങിയ സ്കോളർഷിപ്പ് കിട്ടിയവരെ നമ്മൾ എൻട്രൻസിൽ നിന്ന് ഒഴിവാക്കി ഡയറക്റ്റായിട്ട് PhDക്ക് രജിസ്റ്റർ ചെയ്യും. പക്ഷേ UGC റെഗുലേഷൻ 2009-ലും 2016-ലും അതിന് പ്രൊവിഷൻ ഇല്ല.
അവർക്ക് വേണ്ടി അവർക്ക് നെറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നത് അവർ മിടുക്കരായതുകൊണ്ടാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം എൻട്രൻസ് നടത്തി, കൂടുതൽ കടുത്ത എൻട്രൻസ് നടത്തി വേണം അവരെ PhDക്ക് രജിസ്റ്റർ ചെയ്യാനെന്ന് ഈ 2 റെഗുലേഷനും പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ഗൈഡുമാരെ റെഗുലർ ഫാക്കൽറ്റി അല്ലാത്ത അല്ലെങ്കിൽ റിട്ടയർഡ് ഗൈഡ്സിനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പുള്ളി കണ്ണടക്കുകയാണ്. അപ്പോൾ നിയമം പാലിക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും പാലിക്കണ്ടേ? അപ്പോൾ അതാണ് മനീഷിനോട് ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ആ റെഗുലേഷൻ അതിൻ്റെ അന്തസ്സത്തോട് ഉൾക്കൊണ്ടുകൊണ്ട് പരിപൂർണ്ണമായും കേരള സർവകലാശാല നടപ്പാക്കിയിട്ടില്ല. റെഗുലേഷനെ പോലും പ്രതികാര നടപടിക്ക് അദ്ദേഹം ഉപയോഗിച്ചു. റെഗുലേഷനെ പുള്ളിക്ക് സൗകര്യമുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റെഗുലേഷൻ വന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻടോട്ടോ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ കൊണ്ടുപോകാൻ നിർബന്ധിതരാണ്. ഞാൻ പറഞ്ഞു തന്നോട്ടെ. 1. 2, ഇതിനകത്ത് രാഷ്ട്രീയ വശമാണ്. ഇപ്പോൾ മന്ത്രി പറഞ്ഞു ഇത് ഇടപെടുന്നൊക്കെ. ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം ഈ വൈസ് ചാൻസലർ വന്നപ്പോൾ മുതൽ വൈസ് ചാൻസലർ ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട എന്ന് കരുതി, എന്നാലും ഒന്ന് പറയാതെ പോകുന്നത് ഞാൻ അതിനകത്ത് പൊളിറ്റിക്സ് കൊണ്ടുവരാൻ വേണ്ടിയല്ല. പക്ഷേ ഈ വൈസ് ചാൻസലർ വന്നതിന് ശേഷം ശ്രീ ഡോക്ടർ ഒലീന സംസാരിച്ചു. AKPCയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, അവർ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അവർ സെനറ്റിൽ വൈസ് ചാൻസലറെ ചോദ്യം ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് വൈസ് ചാൻസലർ അവർ കൊടുത്തിരുന്ന റെസൊല്യൂഷൻസ് സെനറ്റിൻ്റെ അജണ്ടയിൽ പെടുത്തിയില്ല എന്നുള്ള കാരണം കൊണ്ട് ആ അധ്യാപികയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ AKPCയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സെനറ്റ് മെമ്പേഴ്സിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സെനറ്റിൽ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മറ്റൊരു സെനറ്റ് അംഗമായിരുന്ന അനിൽകുമാർ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം സെനറ്റ് അംഗവുമാണ്, ആ സംഘടനയുടെ എംപ്ലോയീസ് യൂണിയൻ്റെ ഭാരവാഹിയുമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. നിരവധി കുട്ടികൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇവരാരും മിണ്ടിയില്ല. ഇവരെല്ലാം VCയെ രഹസ്യമായും പരസ്യമായും പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. തൊട്ടടുത്തിരിക്കുന്നവരുടെ തലയ്ക്ക് ഒരു അടി കിട്ടിയപ്പോഴും മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് പ്രതികരിക്കാൻ തയ്യാറായത്. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് തങ്ങൾക്ക് അതിനകത്ത് തങ്ങൾക്ക് അനുകൂലമായി വന്ന വിഷയങ്ങൾ അനുകൂലമായി വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയും ഞാൻ പറഞ്ഞത് അന്ന് VC എടുത്ത നിലപാടുകൾ, മുൻകാലങ്ങളിൽ VC എടുത്തുള്ള നിലപാടുകൾ തെറ്റാണെങ്കിൽ ഇതും തെറ്റ് തന്നെയാണ്. പക്ഷേ താങ്കളുടെ സർക്കാരാണ് ഈ VC അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ അതിലേക്കല്ല പോകുന്നത്. VCയുടെ നിയമത്തെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ VC അന്നും ഇന്നും എന്നും എടുത്തിട്ടുള്ള നിലപാട് വിദ്യാർത്ഥി വിരുദ്ധ, പൊതുസമൂഹത്തിന് വിരുദ്ധമായ അധ്യാപക വിരുദ്ധ നടപടികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ വന്നതിന് ശേഷം ഇന്നുവരെ. ആ വിഷയങ്ങളിലെല്ലാം പലപ്പോഴും ഒലീന, ശ്രീമതി ഒലീന, അതായത് ടീച്ചർ പോലും വ്യക്തിപരമായി സംഘടനാപരമായി തന്നെ ഈ VCയുടെ പ്രതികാര നടപടികൾക്ക് വിധേയയായ ആളാണ് എന്നാണ് ഇവിടെ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ചത്. അത്തരത്തിൽ പൊതുപ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഈ VCയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് VCയുടെ ദ്രോഹ നടപടികൾ, മനുഷ്യാവകാശ വിരുദ്ധത കൂടി ഈ ഘട്ടത്തിൽ പുറത്തെത്തേണ്ടതില്ലേ? നമ്മൾ കാണേണ്ടത് ചർച്ചകളുടെ മെറിറ്റിനെ ചോർത്തിക്കളയുന്ന തരത്തിലേക്ക് ചർച്ചകൾ പോകരുത്, വഴിതിരിഞ്ഞു പോകരുത്. ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നവും ഒരുപക്ഷെ സെനറ്റിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുക, ചോദ്യങ്ങൾ തള്ളിക്കളയുക, അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടാതിരിക്കുക എന്നൊക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത് വലിയ കാതലായ, ഇന്ത്യ ഒട്ടാകെ കാതലായി ചർച്ച ചെയ്യേണ്ട അതിഗൗരവതരമായ ഒരു വിഷയമാണ്. ഗവേഷണ രംഗത്തെ ഇങ്ങനെ ചുരുക്കി പോകുന്നതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളത്. നമ്മൾ ചർച്ചകൾ വഴിതിരിഞ്ഞു പോകുമ്പോൾ സംഭവിച്ചു പോകുന്നത് അതീവ ഗുരുതരമായി കാണേണ്ടുന്ന യുവാക്കൾ, ഇന്ത്യയിലെ യുവാക്കളുടെ, യുവജനതയുടെ വിജ്ഞാന അന്വേഷണത്തിന്റെ വലിയ ഒരു തടസ്സം ടീച്ചർ ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിക്കണ്ട. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ. ടീച്ചർ എന്തിന്റെ പേരിലായാലും സെനറ്റിൽ ഒരു ചോദ്യം ചെയ്യപ്പെട്ടു. ടീച്ചർ ന്യായമായ ആവശ്യത്തിന് വേണ്ടി സെനറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ടീച്ചർക്കെതിരെ ക്രിമിനൽ കേസെടുത്തു. അത് ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞതിനകത്ത് എന്താ പ്രസക്തി? ഈ വിഷയത്തിലേക്ക് കൂടുതൽ അല്ലല്ല, ഞാൻ രാഷ്ട്രീയമല്ല സംസാരിച്ചത്. ഞാൻ അതിനകത്ത് സംസാരിച്ചത് സെനറ്റ് അംഗങ്ങൾ, അത് ആരും ആയിക്കോട്ടെ, സെനറ്റ് അംഗങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ വൈസ് ചാൻസലർ ഉത്തരവ് കൊടുത്തപ്പോൾ പോലും മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുൻകൂട്ടി ചെയ്യേണ്ടതായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. UDFന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട കുറേയേറെ വൈസ് ചാൻസലർമാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ വിദ്യാർത്ഥി വിരുദ്ധമാണെന്നും മനുഷ്യാവകാശ ലംഘനത്തിന് ഉതകുന്നതാണെന്നും ഉള്ള കാര്യം പ്രത്യേകമായി ചർച്ചയിൽ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല.
മറ്റൊരു വിഷയം ഞാൻ വരുന്നത് സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന സമരം, വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് സർവകലാശാല ആസ്ഥാനത്ത് നടന്ന സമരം യഥാർത്ഥത്തിൽ ലോകത്തിലെ സർവകലാശാല സമരങ്ങളുടെ ഭാഗമായി നമുക്ക് വായിക്കേണ്ടി വരും. കാരണം തികച്ചും അങ്ങേയറ്റം ജനാധിപത്യപരമായ സമരമാണ് അവിടെ നടക്കുന്നത്. ഈ സമരത്തിന്റെ ഭാഗമായി UGC നെറ്റ് കോച്ചിങ് പോലും ആ സമരത്തിന്റെ പന്തലിനോട് ചേർത്ത് നടക്കാൻ പോവുകയാണ്. സെമിനാറുകൾ, സിമ്പോസിയം, ഡോക്യുമെന്ററികൾ സമരത്തിന്റെ ഭാഗമായി അരങ്ങേറുകയാണ്. അപ്പോൾ ഈ സമരം സർവകലാശാല വൈസ് ചാൻസലറും അധികാരികളും ഗൗരവത്തിൽ പരിഗണിക്കുകയും അടിയന്തരമായി പരിഹരിക്കുകയും ചെയ്യണം. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം. അതായത് മനേഷ്, നിങ്ങൾ ചെയ്യുന്ന സമരത്തിന് ഇന്ന് നമ്മൾ പീപ്പിൾ TVയിലൂടെ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രി കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യം ഇതാണ്: തീർച്ചയായും മനുഷ്യാവകാശ വിരുദ്ധമായ വശമുണ്ടെങ്കിൽ അത് ഗൗരവം അറിയിക്കുന്നതാണ്, പരിശോധിച്ച് നടപടി സ്വീകരിക്കും സർക്കാർ അടിയന്തരമായി, നാളെ തന്നെ ഒരു പക്ഷേ അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കും എന്ന സൂചന കൂടി മന്ത്രി നൽകി. മനേഷ്, അതെ, തീർത്തും സന്തോഷകരമായ ഒരു കാര്യമാണത്. കേരളത്തിൻ്റെ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാമെന്ന് പറഞ്ഞത് അങ്ങേയറ്റം സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമാണ്. ഈ സർവകലാശാലയുടെ ഗവേഷക രംഗത്തെ വിഷയങ്ങൾ പറയാൻ പോയതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഇതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട 6 ആളുകളെയും ഈ 6 ആളുകളെയും ഒരു കാരണവശാലും ബാധിക്കുന്ന വിഷയങ്ങളല്ല ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. UGC റെഗുലേഷനുമായി ബന്ധപ്പെട്ട കാര്യം, എക്സ്റ്റൻഷൻ ഫീസ് വർധനവ്, MPhil വിഷയം, 2016 റെഗുലേഷൻ വിഷയം, അധ്യാപക നിയമനം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഞങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമില്ല. കേരള സർവകലാശാലയിൽ PhDക്ക് ജോയിൻ ചെയ്തിട്ടുള്ള 1000-ൽ പരം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. ഈ വിഷയത്തിൽ തീരുമാനം തിരുത്തിക്കുവാനും ഞങ്ങളെ സസ്പെൻഡ് ചെയ്ത അടക്കമുള്ള കാര്യങ്ങളിൽ വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഇതിൽ തീരുമാനം തിരുത്തിക്കാമെന്നും പറഞ്ഞ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത തീരുമാനം അദ്ദേഹം പറഞ്ഞതിനോട് ഏറ്റവും അധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തീർച്ചയായും ഫക്രുദ്ദീൻ, അതായത് വളരെ ഗൗരവമായൊരു സാഹചര്യം. താങ്കൾ നേരത്തെ പറഞ്ഞ പൊതുപ്രശ്നം ശരിയാണ്, പക്ഷേ ആ പൊതുപ്രശ്നത്തെ ഏതൊക്കെ മാനങ്ങളിലാണ് പ്രാദേശികമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നൊരു വിഷയമുണ്ട്. ഹൈദരാബാദിൽ അപ്പാറാവു ചെയ്ത അതേ മോഡലിൽ ഈ പരിഷ്കൃത കേരളത്തിൽ ചെയ്യാനാകുമോ കേരള സർവകലാശാലയിലെ VCക്ക്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗൗരവം എന്ത്? മനുഷ്യാവകാശ ധ്വംസനം നടത്താൻ ഒരു VCക്ക് ആരാണ് അധികാരം നൽകുന്നത്? അധികാരം എന്നായിരുന്നില്ല. പക്ഷേ അജീസ്, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളിങ്ങനെ കണ്ടമാനം പഠിച്ച് PhD ഒക്കെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താ അറിയോ? നിങ്ങൾ ഗവൺമെൻറ് ഈ പറയുന്ന എന്തെങ്കിലും വലിയ നാഷണലിസം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ നോക്കും. നിങ്ങൾ അതിനെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് നമ്മുടെ ഈ പറയുന്ന അതോറിറ്റി ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോക്കൂ, എക്സ്റ്റൻഷന് ഒരു PhD എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 30,000 തൊട്ടിട്ട് പിന്നെ 1,60,000 വരെയുള്ള സംഖ്യ കൊടുക്കണം. ഈ പാവപ്പെട്ട പല ആളുകളും PhD ചെയ്യുമ്പോൾ സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, കുട്ടികളതിൻ്റെ കുടുംബം പ്രാരാബ്ദം, അവർക്ക് അടയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള ആൾ PhD കൊടുക്കണ്ട, ഇനി പ്രാവശ്യമുള്ളവൻ പഠിച്ചാൽ മതി എന്നുള്ള പഴയ പോളിസി. രണ്ടാമത്തെ കാര്യം VCയുടെ കാര്യത്തിൽ, VC നിയമനവുമായിട്ട് നമ്മുടെ വലിയ പ്രശ്നമുണ്ട്. മനസ്സ് നിയമിക്കപ്പെട്ട VCമാർ പൊതുവെ ഡിക്റ്റേറ്റർമാരെ പോലെയാണ്. കാരണം അവരെ മാറ്റുക എന്നുള്ള അത്ര എളുപ്പമല്ല. അപ്പോൾ എൻ്റെ പ്രശ്നം എന്നാൽ ഈ VC തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ VCയുടെ ഒരു മകൻ ആക്സിഡൻറ്റ് മരിച്ചൊരു പ്രശ്നം, അതിൻ്റെ മാനസിക പ്രശ്നം, വിഷമമൊക്കെ ഉണ്ട്. ആ വിഷമങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിനെ ബാധിക്കുകയും അത് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള തീരുമാനത്തിലല്ല അതൊരു ഭാഗമായി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹത്തിന് നമുക്ക് മാറ്റാൻ പറ്റണം. എന്നാൽ ഇപ്പോഴത്തെ സിസ്റ്റത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് വേറെ ഓർഡിനൻസ് മറ്റേ കൊണ്ടുവരണം. അതാണ് പ്രശ്നം. സാധ്യതയുണ്ട്. അല്ല, എങ്ങനെ പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്ന് 3 വർഷം മറ്റായി BCമാരുടെ പൊതുവായിട്ടുള്ള എന്താ പറയുക പരിധി എന്ന് വെച്ചാൽ സമയപരിധി കുറച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അത്ര എളുപ്പമല്ല. രാഷ്ട്രപതിയെ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് VCനെ മാറ്റാൻ. തീർച്ചയായും ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതിനകത്ത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ ആ സാങ്കേതികമായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുജനം മുമ്പോട്ട് നേടിയ മുഴുവൻ നേട്ടങ്ങളെയും പിന്നോട്ടടിക്കുന്ന തരത്തിലേക്ക് ആർക്കെങ്കിലും ചെയ്യാനാകുമോ? രാഷ്ട്രപതി ഒന്നുമല്ല. എങ്ങനെയാണ് ഈ പറഞ്ഞില്ല ഈ ചില കാട്ടുകുതിരകളുണ്ടല്ലോ, ഇവർക്ക് എങ്ങനെ നമ്മൾ കടിഞ്ഞാണിടുക എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാതെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രാഷ്ട്രപതിയുടെ കാര്യത്തിൽ തന്നെ ഇംപീച്ച്മെന്റ് വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലമാണ്. ഇങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ സാധനങ്ങളിലേക്കെല്ലാം ആളുകളെ നമ്മൾ നിയമിക്കുമ്പോൾ കൃത്യമായി പഠിക്കാം. അല്ല, അപ്പോൾ അതിനകത്ത് ഈ വൈസ് ചാൻസലർമാർക്ക് പൊതുവിൽ ചിലർക്കെങ്കിലും പ്യൂർലി അക്കാഡമിക് ആയിട്ടുള്ള വൈസ് ചാൻസലർമാർക്ക് ഒരു പ്രശ്നമില്ല. അവർ വരും, അവരുടെ അക്കാഡമിക് കാര്യങ്ങൾ നോക്കും, അവർ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ മിക്കവാറും ഒക്കെ രജിസ്ട്രാർമാരെ ചുമതലപ്പെടുത്തും. അവരവരുടെ അക്കാഡമിക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. യൂണിവേഴ്സിറ്റിയുടെ നല്ലതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ചരിത്രമാണ് ഉള്ളത് സാധാരണ. പക്ഷേ ഇതുപോലെ ചില ചുഴുക്കുത്തുകൾ പലപ്പോഴും വന്ന് പെടാറുണ്ട്.
അവർ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവർ രജിസ്ട്രാറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും, പിയൂണിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും, മുഴുവൻ ഏറ്റെടുത്തിട്ട് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇവിടെ എന്ത് കാര്യത്തിലും പുള്ളി നിലപാടെടുക്കുന്നത് വിദ്യാർത്ഥി വിരുദ്ധം, അധ്യാപക വിരുദ്ധം, ജീവനക്കാർക്ക് വിരുദ്ധം, അനുകൂലമായി സാഡിസ്റ്റിക് മെൻറ്റാലിറ്റിയുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഈ പോസ്റ്റുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ആകാം എന്നൊരു തോന്നലാണ്. ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു വൈസ് ചാൻസലറെ പിരിച്ചുവിടണമെങ്കിൽ അദ്ദേഹത്തിന് 3 കുറ്റങ്ങൾ തെളിയണം. 1, അദ്ദേഹത്തിൻ്റെ സ്വഭാവദൂഷ്യം, മോറൽ സൈഡ് വീക്കാണ്. 2, സാമ്പത്തിക അഴിമതി തെളിയണം. 3, പരീക്ഷാക്രമക്കേടുകൾ തെളിയണം. ഈ 3 വിഷയങ്ങളിൽ എന്തെങ്കിലും ഗുരുതരമായ കുറ്റമുണ്ടെന്ന് തെളിഞ്ഞാൽ മാത്രം പോരാ, അത് ഹൈക്കോടതി ജഡ്ജി റാങ്കിലുള്ള ഒരാൾ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അത് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിനെ മാറ്റാൻ കഴിയൂ. എന്നാൽ ചോദിക്കും, MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ എങ്ങനെ മാറ്റിയിരുന്നു? MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ മാറ്റിയത് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അദ്ദേഹം വൈസ് ചാൻസലറാകാൻ കൊടുത്ത ബയോഡേറ്റയിൽ തന്നെ തെറ്റുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ നിയമിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നിയമനത്തിനാണ് അവിടെ ചോദ്യം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷേ അതിന് പരിഹാരമായിട്ടുള്ളത് ഇങ്ങനെ വാശി പിടിക്കുന്നവരോടൊക്കെ ചെയ്യാൻ കഴിയുക, വേണ്ടി വന്നാൽ അവരുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ പീരീഡ് കുറയ്ക്കാം. ആ പീരീഡ് കുറയ്ക്കണമെങ്കിൽ മൊത്തത്തിലോ അല്ലെങ്കിൽ കേരള സർവകലാശാലയുടെ മാത്രമോ ആക്റ്റിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ ഓർഡിനൻസായി കൊണ്ടുവരണം, അത്യാവശ്യമാണെങ്കിൽ ഓർഡിനൻസായി കൊണ്ടുവരണം, അല്ലെങ്കിൽ അസംബ്ലിയിൽ വെച്ച് പാസ്സാക്കണം. അങ്ങനെയാണെങ്കിൽ നിയമപരമായ ഈ പിൻബലത്തോടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സർക്കാരിന് ഇടപെടാനാവുക? അടിയന്തരമായി ഇടപെടും സർക്കാർ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി തന്നെ പീപ്പിൾ ടിവിയോട് പങ്കുവച്ച സാഹചര്യത്തിൽ കൂടി അങ്ങനെയെങ്കിൽ VC-ക്കെതിരായ നിർദ്ദേശങ്ങൾ എന്തൊക്കെ? VC മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോകാൻ, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോകാനുള്ള നിർദ്ദേശങ്ങളുണ്ടൊക്കെ. നമുക്ക് അവസാനഘട്ട ചർച്ചയിലേക്ക് പോകാം.